ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മൊത്തത്തിൽ ലേസി ആയിട്ടുള്ള ഡേ ആണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് എളുപ്പത്തിൽ ഒരു തട്ടിക്കൂട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാകും. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ തട്ടിക്കൂട്ട് ഒരു ചിക്കൻ കറി സെറ്റാക്കിയാലോന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിന് ഫീഡ്ബാക്ക് എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. തുടർന്നുള്ള വീഡിയോ ഒക്കെ കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ ബൈ, ലവ് യു ഓൾ. പാത്രം ചൂടായതിന് ശേഷം അതിനകത്ത് ഓയിലൊഴിച്ച് അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളകൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി അതിനുശേഷം സവാള ഇടുക. സവാള നല്ലതുപോലെ ഒന്നൊന്നര സവാളയാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ അത് നൈസായിട്ട് അരിയുക. നല്ലതുപോലെ സോട്ടാക്കുക. നല്ലപോലെ വഴറ്റി അത് ട്രാൻസ്പെറൻറ്റ് പരുവാവണം. നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇടുന്നത്. അത് ഓപ്ഷനിലാണ്, വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിനകത്തിൽ ഉപ്പിടുക. ഉപ്പൊക്കെ നോക്കി പിന്നെ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ആ സ്റ്റീം അടിച്ചിട്ട് ലെൻസിൽ ബ്ലറായതാണ്. അപ്പോൾ ആ സമയത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സാക്കുക ഗ്രേവിക്കുള്ള. അത് കഴിഞ്ഞ് തക്കാളി വേണമെങ്കിൽ ഓപ്ഷനിലാണ്, അത് വേണ്ടവർക്കിടാം. ഇവിടുത്തെ എല്ലാവർക്കും തക്കാളി ഇഷ്ടമുള്ളതുകൊണ്ട് തക്കാളി ഇടുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തൈര് മസ്റ്റ് വേണ്ടതാണ് കേട്ടോ. തക്കാളി നമുക്ക് സ്കിപ്പാകാവുന്നതാണ്. അതിന് ശേഷം ഞാൻ ഇതിനകത്ത് ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ചിക്കനും ഗ്രേവിയും തമ്മിൽ മിക്സാക്കിയതിന് ശേഷം ഇത്തിരി വെള്ളമൊഴിച്ച് അതും മിക്സാക്കി നല്ലതുപോലെ വെക്കുക. അവസാനം ഇത്തിരി കുരുമുളക് പൊടി അതിന് മുകളിലിട്ട് വിതറി നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്ത് നല്ലതുപോലെ ആറിയതിന് ശേഷം ഓപ്പൺ ആക്കുക. സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ ബൈ, സ്റ്റേ ട്യൂൺ.